നമസ്കാരം. വോയിസ് ഓഫ് മാന്നാർജിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കലണ്ടർ വർഷത്തിൻ്റെ ആരംഭമാണ്. പുതുവത്സരം എന്ന രീതിയിൽ ഈ പലരും ആഘോഷിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം പുതുവത്സരം ചിങ്ങ 1, അതിനു മുമ്പ് മേട 1 ഇതായിരുന്നു. പരിഷ്കാരം മൂത്ത് കഴിഞ്ഞപ്പോൾ സ്വന്തം അമ്മയെ കയറി ആൻറ്റീന്ന് വിളിക്കുന്ന ഒരു സ്വഭാവം ഇന്നത്തെ ആളുകളുടെ ഇടയിലൊക്കെ പരന്നിട്ടുള്ളത് കൊണ്ട് അതൊക്കെ മറന്നിട്ടിപ്പം ജനുവരി 1 പുതുവത്സരമായിട്ട് ആഘോഷിക്കുകയും ഡിസംബർ 31 രാത്രി ലോകം മുഴുവൻ നടന്ന് കള്ളു കുടിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ ഭരണകൂടങ്ങൾ ആ ചെറുപ്പക്കാരെ മുഴുവൻ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. കാരണം അവർക്ക് കാശ് കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അല്ല അവർക്ക് സമൂഹം നശിച്ചാലോ നമ്മുടെ സംസ്കാരം മുടിഞ്ഞാലോ അവർക്കെന്താ നഷ്ടം? അവന് പണം ഉണ്ടാക്കണം എന്നുള്ളതേ ഉള്ളൂ. ആ രീതിയിൽ അധപ്പതിച്ച ഭരണകൂടത്തിൻ്റെ പിണിയാളുകളായിട്ട് മാറിയിരിക്കുന്ന ഇന്നത്തെ യുവജനങ്ങൾ, ഇന്നത്തെ കുറേ സാധാരണക്കാരെന്ന് പറയുന്ന ആൾക്കാരും വലിയ പണക്കാരും ഒക്കെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പോയിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല. അതുകൊണ്ട് അവരെയും കൂടി സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ കടമയായതുകൊണ്ട് വോയിസ് ഓഫ് മാന്നാർജിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ഹാർദവമായ പുതുവത്സരം ആഘോഷിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഈ വർഷം മുഴുവൻ ആനന്ദപ്രദമാവട്ടെ, നിങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമസ്തേ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മുടെ ചെറിയ രോഗവിവരം പറയാൻ വേണ്ടിയിട്ടാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് താരൻ. തലയിൽ പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങളും താരനായി തെറ്റിദ്ധരിച്ചതിന് ചികിത്സിക്കുകയും അത് മാറാതെ വന്ന് ശരീരം മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ പലർക്കും കാണുന്നുണ്ട്. അതുകൊണ്ട് ആദ്യമേ പറയട്ടെ, താരനാണെന്ന് സമാധാനിച്ചിരിക്കാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല നാട്ടുവൈദ്യനെ കണ്ട് താരനാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം താരന് സ്വയം ചികിത്സ ആരംഭിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഈ താരൻ തലയിൽ പൊടി പോലെ ഇങ്ങനെ ചെറിയ വളരെ നേർത്ത പാട പോലെ ഇങ്ങനെ ഒരുപാട് കാണുന്നതാണ് ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും കാണുന്നത്. ഈ ലക്ഷണം കണ്ടാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ വൈദ്യനെ കണ്ട് സംസാരിച്ചതിന് ശേഷം അത് താരനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ആദ്യത്തെ ഒരു റെമഡി, പ്രതിവിധി എന്ന് പറയുന്നത് ഒലിവെണ്ണ വാങ്ങിച്ച് അത് തലയിൽ പുരട്ടുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്നുണ്ട്, സ്വയം കാച്ചിയെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മുടെ നാടൻ തെറ്റിപ്പൂവ്, കണ്ണിവെറ്റില, കൃഷ്ണ തുളസിയില, ഇത് 3 എടുത്തിട്ട് ഇവ നല്ലതുപോലെ ചതച്ചിട്ട് നാഴി വെളിച്ചെണ്ണയ്ക്ക് നാഴി വെള്ളം വീതം ചേർത്ത് ഇതങ്ങോട്ട് കാച്ചി വെള്ളം മുഴുവൻ വറ്റിക്കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു വരുന്ന സമയത്ത് നമ്മളത് അരിച്ചെടുക്കുക. ആ എണ്ണ തലയിൽ തേക്കുക. താരനാണെങ്കിൽ നിശ്ചയമായിട്ടും അത് മാറും. ഒരു 21 ദിവസം തുടർച്ചയായിട്ട് തേച്ചാൽ മതി. വലിയ പ്രയാസമൊന്നുമില്ലാത്ത ഒരു പ്രിപ്പറേഷനാണ്. തുളസിയിലേക്കും കണ്ണിവെറ്റിലേക്കും തെറ്റിപ്പൂവിനും ഒന്നും എവിടെയും പോകണ്ട. പിന്നെ അല്ലെങ്കിൽ വെളിച്ചെണ്ണ കാച്ചി എടുത്തിട്ട്, വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ട് അതിനകത്ത് വെളുത്ത പൂവുള്ള അല്ലെങ്കിൽ നീലപ്പൂവുള്ള ഉമ്മത്തിൻ്റെ ഇല, അതാ കുറച്ചുകൂടെ നല്ലത്. നീലപ്പൂവുള്ള ഉമ്മത്തിൻ്റെ ഇല ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരൊഴിക്കുക. അതും നാഴി വെളിച്ചെണ്ണയ്ക്ക് അരനാഴി നീര് മതി. അതൊഴിച്ചിട്ട് അരനാഴി വെള്ളവും കൂടി ഒഴിക്കുക. അപ്പോൾ അത് വെള്ളം വറ്റിക്കഴിയുമെന്ന് പറഞ്ഞാൽ അരിച്ചെടുത്ത് നമുക്ക് തലയിട്ടേക്കാം. പതിവായി കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തേങ്ങാപ്പാലിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് തലയിൽ പുരട്ടിയാലും ഈ അസുഖം മാറിക്കിട്ടും. ചൊറിച്ചിലുണ്ടെങ്കിൽ കടുക് അരച്ച് തലയിൽ പുരട്ടി ഒരാഴ്ച പതിവായി തേച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് കുളിക്കുന്നതായിരിക്കും നല്ലത്. അത് ചൊറിച്ചിലുണ്ടെങ്കിൽ മാറിക്കിട്ടും. നിസ്സാരമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നിങ്ങൾ വോയിസ് ഓഫ് മാന്നാർജി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് കമൻറ്റ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, സുഹൃത്തുക്കളെ അതിനെ പ്രേരിപ്പിക്കുക. വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. മാന്നാർജി, പാലക്കാട്. ഞാൻ മാന്നാർജി രാധാകൃഷ്ണൻ വൈദ്യർ, റിട്ടയർഡ് ഫിസിഷ്യൻ, ആര്യവൈദ്യ ഫാർമസി, കോയമ്പത്തൂർ ലിമിറ്റഡ്. എൻ്റെ ഫോൺ നമ്പർ 9447352982. നിങ്ങളെല്ലാവരും ഈ ചാനൽ കാണണമെന്നൊരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.